ഈശ്വരനായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു വ്യത്യസ്തമായിട്ട് വീഡിയോ ആണ്. പറ്റിയ നിങ്ങളെല്ലാവരും അവസാനം വരെ കാണാനായിട്ട് പരിശ്രമിക്കണം. ജൂൺ 4 ജോൺ മരിയ വിയാനിയുടെ ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിയാനിയുടെ തിരുനാൾ എങ്ങനെ ആഘോഷിക്കാമെന്ന് കാറ്റീസും ടീച്ചേഴ്സ് ചോദിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിൽ നിന്നൊരു ആശയമായിരുന്നു. നമ്മുടെ ഇടവകയുടെ തൊട്ടടുത്തുള്ള എടക്കുന്ന് പ്രീസ്റ്റ് ഹോമിൽ പ്രായമായ ഒരുപാട് അച്ഛന്മാർ താമസിക്കുന്നുണ്ട്. അവരൊക്കെ പോയി വിഷയമാണ്. കാരണം ഞങ്ങൾ ഇടവകയിലൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങളെ വിഷയം ഒരുപാട് ആൾക്കാർ എപ്പോഴും വരൊക്കെ ചെയ്യും. പക്ഷേ ഇങ്ങനെ പ്രീസ്റ്റ് ഹോമിൽ റിട്ടയർ ചെയ്ത അച്ഛന്മാർ അധികം പേരും കാണാൻ ചെല്ലാറില്ല. അപ്പോൾ അതിൽ നിന്നൊരു താല്പര്യത്തിന് പുറത്താണ് നമ്മൾ അങ്ങനെ ഒരു പരിപാടി ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തത്. ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു. ടീച്ചേഴ്സ് ഫുൾ സപ്പോർട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചെയ്ത പരിപാടി ഒരു വിഷയം പോകുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് കാര്യം ചെയ്യണമല്ലോ. അപ്പോൾ ഞങ്ങൾ ചെയ്ത കാര്യം അവർക്കെല്ലാവർക്കും വേണ്ടി ഒരു വിഷിംഗ് കാർഡ് തയ്യാറാക്കുക എന്നായിരുന്നു. നമ്മുടെ ഇടവകയിലെ കുറച്ച് കാറ്റീസം പിള്ളേരും നമ്മുടെ ബ്രദറും ഇതേ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ വിളിച്ച് ഞങ്ങൾ ചെറിയ കാർഡിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം ഞങ്ങൾ പ്രിൻ്റൊക്കെ എടുത്തു. ഉള്ളിൽ ഓരോ അച്ഛന്മാരുടെ പേര് വെച്ച് ഞങ്ങൾ എഴുതി. അപ്പോൾ കുറച്ചുകൂടി ഒരു പേഴ്സണലായിട്ടൊക്കെ തോന്നാനായിട്ട് അങ്ങനെ ഞങ്ങൾ നല്ല കാർഡൊക്കെ റെഡിയാക്കി, നല്ല അടിപൊളി മനോഹരമായ സൂപ്പർ കാർഡുകൾ. പിന്നെ ഇടവകയിലെ കുറച്ച് ടീച്ചേഴ്സും കുറച്ച് പിള്ളേരെയും ഞങ്ങൾ സെലക്ട് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങൾ ഇടക്കുന്ന് പ്രീസ്റ്റ് ഹോമിൽ ചെന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് അച്ഛന്മാരെല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു വൈകുന്നേരത്തെ. അപ്പോൾ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. കഴിഞ്ഞ ഉടനെ അച്ഛന്മാർ ചായ കുടിക്കാൻ വേണ്ടി കൂട്ടുമുറിയിലേക്ക് വന്നു. ഞങ്ങളും അവരുടെ കൂടെ കൂട്ടുമുറിയിലേക്ക് ചെന്നു. ഞങ്ങളുടെ പേരുടെ അച്ഛന്മാരുടെ മുഖത്തൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഈ പെട്ടെന്ന് കുഞ്ഞുങ്ങൾ കാർഡുകളായിട്ട് വന്ന് കണ്ടപ്പോൾ. അപ്പോൾ ഞങ്ങൾ ചെയ്ത കാര്യം, ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും കൂടി അച്ഛന്മാരെ വിഷ് ചെയ്ത് ഒരു ആശംസയൊക്കെ പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ അച്ഛന്മാർക്ക് വേണ്ടി നല്ലൊരു കാർഡുകൾ തയ്യാറാക്കി കാർഡുകൾ എല്ലാ അച്ഛന്മാർക്കും കൊടുത്തു. സത്യം പറഞ്ഞാൽ ആ കാർഡൊക്കെ കിട്ടുമ്പോൾ അച്ഛന്മാരുടെ മുഖത്ത് സന്തോഷം കാണണം. തീർച്ചയായിട്ടും അവരൊരു പക്ഷേ അവരുടെ പണ്ടത്തെ ആ ഒരു ഇടവകയിലെ ജീവിതമൊക്കെ ഒരു പക്ഷേ അവർ ഓർത്ത് കാണും. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം അവർക്കും വളരെ സന്തോഷമായിരുന്നു. കാരണം ആദ്യം ഇത്തിരി ടെൻഷനോടെയൊക്കെയാണ് വന്നത്. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്ര അച്ഛന്മാരൊക്കെ ഒരുമിച്ച് കാണുന്നത്. പക്ഷേ അച്ഛന്മാരുടെ സ്നേഹത്തോടുള്ള സമീപനങ്ങളും അവരുടെ സംസാരങ്ങളെല്ലാം കേട്ടപ്പോൾ കുഞ്ഞുങ്ങൾക്കും വളരെ സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ എല്ലാ അച്ഛന്മാരും ഞങ്ങൾ തയ്യാറാക്കി, ഇൻഡിവിജ്വലായിട്ട് ഓരോ അച്ഛന്മാർക്കും തയ്യാറാക്കിയ കാർഡൊക്കെ ഓരോ അച്ഛന്മാരുടെയും കൈകളിലൊക്കെ കൊടുത്ത് അതിനുശേഷം ഞങ്ങളുടെ ടീച്ചർമാർ പിള്ളേരെ കൂടി നിത്യപുരോഹിതനൊരു പാട്ട് അവർ ഒരുങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരുങ്ങിയ പാട്ടായിരുന്നു. വലിയ കുഴപ്പമില്ലാണ്ട് ഞങ്ങൾ ആ പാട്ടൊക്കെ ഒന്ന് പാടി. അപ്പോൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ആഗ്രഹം, ഞങ്ങളുടെ ഈ അച്ഛന്മാർ കൂടി ഒരു ഫോട്ടോ എടുക്കണമെന്ന്. ഞങ്ങൾ അച്ഛന്മാരുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് സമ്മതിക്കുമെന്ന്. അച്ഛന്മാർ സന്തോഷമായിരുന്നു. അവരും പറഞ്ഞ് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അച്ഛന്മാരും ഞങ്ങളുടെ ടീച്ചർമാരും കുട്ടികളൊക്കെ നിരന്നൊരു ഫോട്ടോ എടുത്ത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മറക്കാനാവാത്ത ഒരു വിയാനിൻ്റെ ആഘോഷം ഇതായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കേവലം അവരൊരു വികാരിയച്ഛന്, അവരുടെ മാത്രം വികാരിയച്ഛൻ വിഷയത്തിനപ്പുറം നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി, രൂപതയ്ക്ക് വേണ്ടിയൊക്കെ ഒരുപാട് അധ്വാനിച്ച് ഞങ്ങളുടെ ജീവിതം മാറ്റി വെച്ച് ഇപ്പോൾ വിശ്രമിച്ച് നയിക്കുന്ന ഈ അച്ഛന്മാർ ചെന്ന് കാണാൻ കിട്ടിയൊരു അവസരം തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാത്ത അനുഭവമായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളും എൻ്റെ വകയിലൊക്കെ സേവനം ചെയ്തിരുന്ന ഒരുപാട് അച്ഛന്മാരൊക്കെ ഉണ്ടാവും. അവരെയും പറഞ്ഞ പോലെ സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് പോയി കാണാനും പ്രാർത്ഥിക്കാനും ആശംസ തരാനൊക്കെ പരിശ്രമിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വിയാനി ഡേയുടെ ആശംസകളൊക്കെ സ്നേഹത്തോടെ നേരുന്നു.